ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ദേവുവിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഗുരുവായൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. മെയ് 3 ആയിരുന്നു കേട്ടോ. വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ലേറ്റാണ്. ഞാൻ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഈ സീൻസ് ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ദേവുവാണ് കേട്ടോ. അപ്പോൾ ഡെയിലി പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നന്നായി പഠിച്ചതിന് ശേഷം തന്നെയാണ് മിസ്സ് സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കുന്നതും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മുദ്ര ഡാൻസ് സ്കൂൾ. നമ്മൾ ദാസരഹള്ളിയാണ്, ബാംഗ്ലൂർ. ശ്രീദേവി മാം ആണ് കേട്ടോ പഠിപ്പിക്കുന്നത്. മലയാളിയാണ് ടീച്ചർ. അപ്പോൾ റിഹേഴ്സലിൻ്റെ ദിവസം നന്നായി ഒരുങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായത്. ഡാൻസ് എങ്ങനെ സ്റ്റേജിൽ കളിക്കുന്നോ അതുപോലെ ലൈവ് ഓർക്കസ്ട്രയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു റിഹേഴ്സൽ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ഓഡിറ്റോറിയം ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗുരുവായൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന മെയ് 3 പരിപാടി. രാത്രി 8:30 കേട്ടോ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം തലേദിവസം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ മേക്കപ്പിനായിട്ട് ഉച്ചയ്ക്ക് അവിടെ എത്തിക്കണമായിരുന്നു. 8:30 വൈകിട്ട് രാത്രിയാണല്ലോ പരിപാടി. അതുകൊണ്ട് നമ്മളെല്ലാം മെയ് 2 രാവിലെയും പിന്നെ മെയ് 1 ആയിട്ടും കുറേ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10-12 പിള്ളേർ വെച്ചിട്ട് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. ലൈവ് ഓർക്കസ്ട്രയാണല്ലോ പിന്നെ ഗുരുവായൂർ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പാട്ട് പാടിയ ആ സൗണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ടീം കേട്ടോ. വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പനെ തൊഴുക എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണല്ലേ. അപ്പോൾ അവിടെ മക്കൾക്ക് ഡാൻസ് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയണത് അതിലും നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതിന് നല്ല അവസരം തന്ന നമ്മുടെ ടീച്ചർക്ക് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് 12 കുട്ടികളായിരുന്നു ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ നാട്ടിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ 12 കുട്ടികളെ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേവുവിന് തന്നെ 4 ഐറ്റം ഉണ്ടായിരുന്നു ഡാൻസ്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ ടെമ്പിളിലൊക്കെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ തന്നെ റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ രാവിലെ അപ്പോൾ തൊഴാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും കയറി തൊഴാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നാലമ്പലത്തിൽ പോയിട്ട് ദേവുവിനെ തൊഴിയിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദേവുവിനെ മേക്കപ്പിനായിട്ട് നമ്മൾ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവളധികം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചോറ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി ആക്കലെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ച സീനാണ് കേട്ടോ ഇതെല്ലാം. അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ, ചേച്ചിയുടെ മക്കൾ, അതുപോലെ തന്നെ തേനൂരിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, അച്ഛമ്മ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് കേട്ടോ ദേവുവിൻ്റെ പരിപാടി കാണാനായിട്ട്. അങ്ങനെ അവരെല്ലാവരും വൈകുന്നേരം ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതാ റൂമിൽ പോയി നോക്കിയപ്പോൾ എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് 8:30 തന്നെ നമുക്ക് സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോവാണ്. ഇനി നമ്മുടെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് സ്റ്റേജിലോട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റേജിലെത്തിയപ്പോൾ വിളക്ക് കൊളുത്തി ദക്ഷിണയൊക്കെ കൊടുക്കലും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മിസ്സ് ചിലങ്കയൊക്കെ തന്നു. അപ്പോൾ എല്ലാവരും അത് ചിലങ്കയൊക്കെ കെട്ടിക്കൊടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട്, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തവർക്കും അങ്ങനെ എല്ലാവർക്കും അവരൊരു 7 പേരെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങുന്നത്. മിസ്സ് വിളക്കൊക്കെ കൊളുത്തി കൃഷ്ണ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടാണ് ഇതെല്ലാം നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത്. കറക്റ്റ് ടൈമിന് തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ടായി. ഗുരുവായൂരായതുകൊണ്ട് തന്നെ ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡാൻസ് വിശേഷങ്ങൾ കാണാമല്ലോ. ഇത് നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. ദേവു ഡാൻസ് പഠിച്ചിട്ട് ആദ്യമായിട്ട് കളിച്ചത് നമ്മുടെ ജാലഹള്ളി അയ്യപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ അമ്മയും പിന്നെ ചേച്ചിയുടെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ കുറേ പേരുണ്ട്. നമുക്ക് ഗുരുവായൂർ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്താനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ അതും വലിയൊരു മൊമെൻ്റ്.
അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അമ്മയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ പിള്ളേരും ഉണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തേനൂരിൽ നിന്നാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, അച്ഛമ്മ, അനിയൻ, അനിയൻ്റെ മോള്, അത്ര പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഇരുന്നിട്ട് ഡാൻസൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എല്ലാ ഡാൻസും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. വലിയ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദേവു 4 പേര് വെച്ചിട്ടാണ് ഇവർ 4 ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നത്, ഇവരൊരു ഗ്രൂപ്പ്. അപ്പോൾ ആ 4 ഡാൻസും ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. അത് കഴിഞ്ഞിട്ടൊരു മംഗളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നടക്കലായിരുന്നു. 12 മണി 1 മണി ആയപ്പോൾ എന്തോ ഭക്ഷണം കഴിച്ചത്. അടുത്ത ഹോട്ടലൊക്കെ ഫുള്ളായിരുന്നു, ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ഹോട്ടലിൽ മാത്രമേ ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ചു. പിന്നെ മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നല്ല രീതിക്ക് പരിപാടിയൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പുലർച്ചെ മഹാഗണപതി മഹാഗണപതി Vivo
കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് കുറേ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നട അടയ്ക്കൽ കുറച്ച് പൂജാ ടൈമിങ്സിൻ്റേതായിട്ടൊക്കെ നമ്മൾ 5 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് തൊഴൽ കഴിഞ്ഞത്. നമ്മൾ 2-3 മണിക്കൂർ തന്നെ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തൊഴൽ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങി. ദേവുവിനൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്തുള്ള ആനക്കോട്ട ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഈ ഡാൻസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ഡ്രസ്സും മേക്കപ്പും അതൊന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻസും നല്ല മേക്കപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പാട്ടും അടിപൊളിയായിരുന്നു. കുട്ടികൾ കളിച്ചതാണെങ്കിലും ഇത്ര സമയം വെയിറ്റ് ചെയ്ത് ക്ലാസിക്കൽ ഡാൻസേഴ്സിന് സമ്മതിക്കണം കേട്ടോ. എത്ര സമയം കൊണ്ട് അവരെടുത്ത് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ. നമ്മുടെ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ
വിശന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിങ്സാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ദേവുവിൻ്റെ മുടിയിലുള്ള ഇതെല്ലാം അഴിച്ചു മാറ്റലൊക്കെയാണ് കേട്ടോ. അതാണെങ്കിലും ഒന്നും നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതിലത്തെ പിന്നെ സ്ലൈഡെല്ലാം അഴിക്കുന്ന ആൾക്കാണെങ്കിൽ മുടി തൊടുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം. പക്ഷേ ഇവരെന്താണെങ്കിലും സമ്മതിക്കണം കേട്ടോ. എത്ര മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണെന്നറിയാമോ ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായിട്ടോ. അതുവരെ ഇങ്ങനെ ടെൻഷനും സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ എനിക്ക് തരാതെ ഐസ്ക്രീം കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. അപ്പോൾ അമ്പുവാണ് അവൾക്ക് കൊടുക്കാതെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയിട്ട് ദേവുവിൻ്റെ മേക്കപ്പ് ഐറ്റംസ് കഴിച്ചൊക്കെ കൊടുക്കട്ടെ. എന്നിട്ടിത് മാമിനെ റിട്ടേൺ ചെയ്യണം. അതിനുശേഷം ഒന്ന് കിടന്നുറങ്ങണം. എന്നിട്ട് വേണം അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഒന്ന് നമുക്ക് തൊഴാനായിട്ട്. അപ്പോൾ തൊഴാൻ നിന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. ഇപ്രാവശ്യത്തെ ഗുരുവായൂരപ്പനെ തൊഴൽ എന്താണെങ്കിലും വലിയൊരു സംഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. കുറേ സമയം കീഴിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഗുരുവായൂരപ്പ നിന്നെ കാണാൻ സാധിച്ചത്. എന്താണെങ്കിലും നന്നായി തൊഴാനൊക്കെ പറ്റി. അതിന് ശേഷം നമ്മൾ ആനക്കോട്ടയിൽ പോയ വിശേഷമാണ് കേട്ടോ. അത് എല്ലാ ആനകളും ഭയങ്കര ഡാൻസിങ് ആയിരുന്നു. എല്ലാവരും വന്ന് കാണുമ്പോൾ അവരിങ്ങനെ ചെയ്തു തുടങ്ങിയതാണോ എന്നറിയില്ല. ഭയങ്കര ഡാൻസിങ് ആയിരുന്നു കേട്ടോ. തലയിട്ടാട്ടലും കുലുക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് കാണുമല്ലേ. അപ്പോൾ അവരും ഓരോരോ സ്റ്റെപ്സൊക്കെ പഠിച്ചതായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ വിശേഷം. അങ്ങനെ നമ്മൾ ആനക്കോട്ട കൂടി കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് യാത്രയായി കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങൾ. ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവുവിന് എന്താണെങ്കിലും ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ പറ്റിയ നല്ല കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഗുരുവായൂരപ്പ നിൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്കും ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല. നമുക്ക് നല്ല സമാധാനം എന്തൊക്കെ കുറേ സംഭവങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങൾ. കൃഷ്ണ എല്ലാവർക്കും നിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ മോൾക്ക് ഇനിയും അവിടെ കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോസ് നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡാൻസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. കുട്ടികളുടെ ഡാൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് കൂടി ചേർക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.